ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലൗസ് ഉണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ്, അപ്പോൾ അതിൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം, പിന്നെ നമ്മുടെ ബ്രസ്റ്റ് അതിനുള്ളിൽ നിൽക്കാത്ത പ്രശ്നം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ എന്താ പറയാൻ വെച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു ടക്ക് ഉണ്ടല്ലോ, മെയിൻ ടക്ക്, ആ ടക്കിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് നിങ്ങൾ എടുക്കുന്നത് കറക്റ്റായിരിക്കണം. ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റായിരിക്കണം. അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തായാലും ബ്രസ്റ്റ് അതിൽ നിൽക്കില്ല. എന്നിട്ട് ഈ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു കഴുത്തിങ്ങനെ താണ് വരും. കാരണം ബ്രസ്റ്റിന് അവിടെ നിൽക്കണമെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ താണ് വരും. അപ്പോൾ അത് നിങ്ങൾ ഫ്രണ്ട് നെക്ക് ബാക്ക് മുകളിലേക്ക് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ബാക്കിൽ നമുക്ക് ലെങ്ത്ത് പോരാ എന്ന് തോന്നും, എന്നാൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് താണിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിൽക്കത്തില്ല. അങ്ങനെയൊരു പ്രോബ്ലം വരും. പിന്നെ ഇത് നമ്മുടെ ഷോൾഡർ ഇറങ്ങുന്ന പ്രോബ്ലവും ഇതിൽ നിന്ന് തന്നെയാണ് വരിക. ഇവിടെയൊക്കെ ലൂസായി കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡർ ഇറങ്ങിപ്പോവും. ഇത് കുറച്ച് അധികമാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു 12 അരയേ വേണ്ടൂ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത്, എന്നാൽ ഇത് 13 അരയുണ്ട് അല്ലെങ്കിൽ 13 ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ലൂസ് വരും. ഈ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഓക്കെ, പിന്നെയുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ആം ഹോൾ ഉണ്ടല്ലോ, ഈ ആം ഹോള് അധികമായി കഴിഞ്ഞാൽ ഷോൾഡർ ഓട്ടോമാറ്റിക്കലി ഊരിപ്പോവും. എന്താണെന്ന് വെച്ചാൽ അവിടെ നിൽക്കാതെ അധികം ആയി വരുമ്പോൾ നമുക്ക് അവിടെ ഒക്കെ ലൂസായിട്ട് വരും. ഓട്ടോമാറ്റിക്കലി അത് അങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ബ്ലൗസിൽ നല്ല നിർണായകമായൊരു ഘടകമാണ്. ഇത് ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടക്ക് പോയിൻ്റൊക്കെ കറക്റ്റ് അളവിലല്ലെങ്കിൽ നമുക്ക് അവിടെ റെഡിയാവില്ല, നമുക്ക് കപ്പ് ഷേപ്പ് റെഡിയാവില്ല. ഓക്കെ, അപ്പോൾ പ്രധാനമായും ആം ഹോൾ ലൂസ്, പിന്നെ ഈ ഒരു ബ്രസ്റ്റിൻ്റെ ഈ ഒരു ലൂസും നമുക്ക് ഷോൾഡർ താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് അധികമായിരിക്കും. പിന്നെ ഈ ഒരു നെക്കിൻ്റെ വൈഡ് എന്ന് പറയുമ്പോൾ എന്തായാലും നെക്കിൻ്റെ വൈഡ് നമ്മൾ ഷോൾഡർ അനുസരിച്ചാണ് നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊന്നും അത്ര വലിയ ഷോൾഡർ വീഴാൻ വേണ്ടി നെക്കിൻ്റെ വൈഡ് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റിൽ ഹുക്ക് ഇടുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കണം. വേസ്റ്റ് നല്ല ടൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാലാണ് ഈ ഷോൾഡർ നല്ല രീതിക്ക് നിൽക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഈ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ എന്തായാലും വീഴും. അപ്പോൾ പോരാത്തതിന് ഇവിടെയും ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ വേസ്റ്റ് ലൂസായി കഴിഞ്ഞാൽ എന്തായാലും കംപ്ലീറ്റായിട്ട് നമ്മൾ ചുരിദാറിട്ട പോലെ ഉണ്ടാവുക, അത് കംപ്ലീറ്റായിട്ട് അങ്ങ് വീണു പോവുകയും ചെയ്യും. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ ടൈറ്റ് ഉണ്ടെങ്കിൽ, ആം ഹോള് ടൈറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ഊരും. കാരണം ആം ഹോൾ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കക്ഷത്തിലേക്ക് ഇത് കയറില്ല. ഇത് കയറാണ്ട് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിങ്ങനെ താഴോട്ടേക്ക് പോകും. അങ്ങനെയും പ്രശ്നം വരും. അപ്പോൾ ആം ഹോള് കറക്റ്റ് സൈസിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം സൈസ് ചാർട്ടൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ഏകദേശം വെച്ചെടുത്തു കഴിഞ്ഞാൽ, സൈസ് ചാർട്ടൊക്കെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരാളുടെ ആം ഹോൾ ആയിരിക്കില്ല വേറൊരാൾക്ക്, അത്രയും തടിയുള്ള ഒരാളുടെ ആം ഹോൾ ആയിരിക്കില്ല വേറൊരാൾക്ക്. അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരും. അപ്പോൾ കഴിയുമെങ്കിൽ എന്തായാലും കസ്റ്റമറുടെ അളവ് എന്തായാലും എടുക്കണം. അല്ലാതെ നമ്മൾ ഏകദേശം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരും. പ്രത്യേകിച്ച് ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈറ്റ് ഫിറ്റായിട്ട് ബോഡിയിൽ ഇരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ എങ്ങനെയെങ്കിലും വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരെ ശരിയാവില്ല. നമ്മളെ ചുരിദാർ പോലെയല്ല. ചുരിദാർ എങ്ങനെയായാലും ലൂസായിരിക്കും, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലൗസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ ബ്ലൗസിൻ്റെ
അടിവശവും നല്ല നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. ഓക്കെ, എന്നാലാണ് നല്ല രീതിക്ക് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ റെഡി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഏത് ബ്രസ്റ്റ് ലെങ്ത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇവിടെയും കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ചെസ്റ്റിൻ്റെ അവിടെ ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെഡി ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. ഓക്കെ, ബായ്.